കറുപ്പ്. തളപതിയുടെ ജനനായകനെ പോലെ കുറെ നാൾ പെട്ടിയിലിരിക്കുകയായിരുന്നു സൂര്യയുടെ കറുപ്പ്. പക്ഷെ സിനിമയുടെ റിലീസിനെ പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സിനിമ ഈ വരുന്ന മെയ് 15 റിലീസ് ലോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം മഹാ അവതാർ നരസിംഹ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ സീരീസിലെ അടുത്ത സിനിമ പരശുരാമന്റെ ആണെന്ന് അറിയാലോ. സിനിമ ഈ വരുന്ന ജൂണിൽ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ആരംഭിച്ചിട്ട് ജൂലൈയിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രാമായണയുടെ ഫസ്റ്റ് പാർട്ടിന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു, നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. സിനിമ ഈ വരുന്ന ദീപാവലിക്കാണ് റിലീസിന് എത്തിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പാർട്ട് 2ന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ രാമനായിട്ടുള്ള രൺബീർ കപൂറും ഹനുമാനായിട്ട് വരുന്ന സണ്ണി ഡിയോളും ഈ മാസം തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ജനനായകൻ ജനുവരി 9 റിലീസ് ചെയ്യേണ്ടിരുന്ന സിനിമയായിരുന്നു ജനനായകൻ. ഇന്ന് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾക്കും അറിയാമല്ലോ. സിനിമ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇലക്ഷന്റെ ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയ് 4 അതിന്റെ റിസൾട്ടും വരുന്നതായിരിക്കും. ഇനി സിനിമ റിലീസ് ചെയ്യാൻ വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവും കാണത്തില്ല. കാരണം എന്തെന്ന് വെച്ചാ മറ്റുള്ളവരിനി ഈ സിനിമ പിടിച്ചു വെക്കാനേ പോകുന്നില്ല. അല്ലെങ്കിൽ ഈ സിനിമ തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്നു കഴിയുമ്പോൾ സിനിമ സെൻസറും ചെയ്ത് കഴിയും, റിലീസ് ഡേറ്റും ഫിക്സ് ആക്കും. സിനിമ എന്തായാലും മെയ് മാസത്തിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമ അന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പ് ഉണ്ടായിരിക്കും എന്ന് അറിയത്തില്ല. മേ ബി അത് വളരെ കുറവായിരിക്കും. വാരണാസി മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ ബഡ്ജറ്റ് 1000 കോടിയോളം ആണെന്ന് നേരത്തെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് 1000 അല്ല 1400 കോടിയോളം ആയെന്നാണ്. എന്തൊക്കെയായാലും നല്ല രീതിക്ക് സിനിമ എടുത്തു വെച്ചാൽ നല്ലൊരു സിനിമ കാണാൻ പറ്റും. പിന്നെ CID മൂസയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജോണി ആന്റണി CID മൂസ 2 2027 എത്തുമെന്ന് പുള്ളി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് സെക്കൻഡ് പാർട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങാണ് സിനിമ മോശമായി പോയാൽ ഫസ്റ്റ് പാർട്ടിന് അത് ബാധിക്കും. പുള്ളിക്ക് തന്നെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഇത്. ഈ സിനിമ CID മൂസക്കാളിന് മേളിലോ അല്ലെങ്കിൽ അതിനൊപ്പമെങ്കിലും പിടിച്ചു നിന്നില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ അത് നന്നായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ ഒരു 1.5 മുതലാണ് വരാൻ പോകുന്നതെങ്കിൽ അത് പൊളിയായിരിക്കും. പിന്നെ ഈ വീഡിയോക്കകത്ത് സാമിന്റെ പേരെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പേര് ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റു വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.